വാർഷിക പരീക്ഷ 9ാം ക്ലാസ് ഫിഖ്ഹ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന നല്ല ഒരു വീഡിയോ ആണ്. പല ചോദ്യങ്ങളും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. മനസ്സിലാകണമെങ്കിൽ വീഡിയോ മുഴുവനായി തന്നെ കാണണം. ഒരിക്കലും തന്നെ നഷ്ടമാവുകയില്ല. ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ചോദ്യപേപ്പർ ഉത്തരസഹിതം ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളും പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. തുടർന്ന് മറ്റുള്ള വിഷയങ്ങളുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതെന്ന് അറിയിക്കുന്നു. ഈ വീഡിയോ ചെയ്യുന്നതിന് നന്ദി സൂചകമായി ഒരു താങ്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുകയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തത് നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർത്തിക്കൊടുക്കാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ഒന്ന് വന്നിട്ടുള്ളത് ശുരിത്ത ഫിൽ മുവക്കിലി ഫീഹി, വക്കാലത്ത് ചെയ്യപ്പെടുന്ന കാര്യത്തിൽ ഷർത്താണ് കൗനുഹു കാബിലല്ലി നിയാബത്തി, പകരമാക്കൽ സ്വീകരിക്കപ്പെടുന്നതായിരിക്കണം, അത് അതിൻ്റെ നിബന്ധനയാണ്. രണ്ടാമത് വന്നിട്ടുള്ളത് എൻ അസിലുൽ വക്കീലു, വക്കീല് ഒഴിവാകും, സ്ഥാനഭൃഷ്ടനാകും, ബി അസിലിഹി നഫ്സഹു, അവൻ്റെ സ്വന്തത്തിനെ തന്നെ ഒഴിവാക്കി എന്ന നിലക്ക് പറയുമ്പോൾ, ഞാൻ ഒഴിവായി എന്ന് പറയുമ്പോൾ വക്കീൽ സ്വയം ആ വിഷയത്തിൽ നിന്ന് ഒഴിവാകുന്നതാണ്. മൂന്നാമത്തത് അൽ മുഫ്ലിസു, പാപ്പരായ ആൾ, വഹുവ ഒരാളാണ്, മൻ അലൈഹി ദൈനുൻ ഹാലുൻ, അവധി ഇറങ്ങിയ കടമുണ്ട്, സായിദുൻ അലാ മാലിഹി, നിലവിൽ അവനിക്കുള്ള സമ്പത്തിനേക്കാൾ കൂടുതൽ അവധി ഇറങ്ങിയ കടമുണ്ട്, പൊരയും പറമ്പും വിറ്റാൽ പോലും തീരാത്ത കടമുള്ള വ്യക്തി. ഉദാഹരണം. നാലാമത്തത് ശുരിത്ത ഫിൽ മുആരി, വാടകയ്ക്ക് കൊടുക്കുന്നതിൽ ഷർത്താണ് യുംകിന അൽ ഇന്തിഫാഉ ബിഹി, അതുകൊണ്ട് ഉപകാരം എടുക്കാൻ പറ്റിയതായിരിക്കണം. മാത്രമല്ല മാ ബക്കാഴി ഐനിഹി, അതിൻ്റെ തടി അവശേഷിക്കുകയും വേണം. മെഴുകുതിരി വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം കത്തിച്ചു കഴിഞ്ഞാൽ സാധനം തിരിച്ചു കൊടുക്കാനുണ്ടാവില്ല. ഉപകാരം ഉണ്ടാവും, പക്ഷേ തിരിച്ചു കൊടുക്കാനുണ്ടാവില്ല. തടി അവശേഷിക്കണം. അഞ്ചാമത്തത് അൽ ഒസുബു, തട്ടിപ്പറിയിക്കുക, സ്വയം അധികാരം കൊണ്ട് മറ്റൊരാളത് പിടിച്ചെടുക്കുക എന്നുള്ളത്. വഹുവ ഹറാമുൻ, അത് നിഷിദ്ധമാണ്, ഹറാമാണ്. ആറാമത്തത് ലുക്തത്തുൽ ഹറമി, ഹറമിൽ നിന്ന് വീണ് കിട്ടിയത് ലാ യജൂസു അഖ്ദുഹ, അതിനെ എടുക്കൽ അനുവദനീയമല്ല, ഇല്ലാലിൽ ഹിഫ്ലി, ഹിഫ്ലിന് വേണ്ടിയിട്ടല്ലാതെ അതിനെ എടുക്കൽ അനുവദനീയമല്ല. ഏഴാമത്തത് റവ ഷെയ്ഖാനി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ ഇഹ്തജമ, കൊമ്പ് വെച്ചു, ഹിജാമ ചെയ്തു, വാഴ്ത്തൽ ഹജ്ജാമ, അത് വെച്ച ഹാജിമിനിക്ക് നബിതങ്ങൾ നൽകി, ഉജ്റത്തുഹു, അതിൻ്റെ കൂലി കൊടുക്കുകയും ചെയ്തു. രണ്ടാമത് വന്നിട്ടുള്ളത് നുത്തമിമു, പൂർത്തിയാക്കാനാണ്. വല്ലാഹു ഫി ഔനിൽ അബ്ദി, അടിമയുടെ സഹായത്തിലാണ് അല്ലാഹു, മാദാമൽ അബ്ദു, ആ അടിമ ആവുന്ന അത്രയും, ഫി ഔനി അഖീഹി, തൻ്റെ സഹോദരൻ്റെ സഹായത്തിലാകുന്ന അത്രയും അള്ളാഹു തആല തൻ്റെ അടിമയെ സഹായിക്കുന്നതിലാണ്. രണ്ട് അസ്സലമു, സലമു കച്ചവടം, ഹുവ ബൈഉ ഷൈഇൻ മൗസൂഫിൻ ഫി ദിമ്മത്തിൻ, ഉത്തരവാദിത്വത്തിലുള്ള ഒരു വസ്തുവിനെ വിശേഷണം പറഞ്ഞുകൊണ്ടുള്ള കച്ചവടമാണ് സലമു കച്ചവടം. മൂന്നാമത്തത് റിബൽ ഫളില്, റിബൽ ഫളില് വഹുവ സിയാദത്തു അഹദിൽ ഇവലൈനി, പകരമാക്കുന്ന രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ അല്പം വർധനവ് വരിക. ആരാണോ കൊടുക്കുന്നത്, വാങ്ങുന്നത്, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കുറഞ്ഞ കൂടുതൽ വന്നാൽ തന്നെ റിബൽ ഫളിലാകും, അധിക പലിശ. നാലാമത്തത് റിബൽ യദ്, കൈപ്പലിശ, വഹുവ മുഫാറക്കത്തു അഹദിൽ ആഖിദൈനി, ഇടപാട് നടത്തുന്ന രണ്ടിൽ ഒരാൾ വിട്ട് പിരിയുക, കബില തക്കാബുലി, പിരിയുന്നതിന്, സാധനം സ്വീകരിക്കുന്നതിന് മുന്നേ ഇടപാട് നടത്തുന്ന രണ്ടിൽ ഒരാൾ വിട്ടുപിരിയുക. രണ്ടാൾക്കും സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ടിൽ സാധനം കിട്ടണം. ഒരാൾക്ക് കിട്ടാതിരുന്നാൽ അത് റിബൽ യദാകും, കൈപ്പലിശയാകും. അഞ്ചാമത്തത് അൽ ഇജാറത്തു, ഇജാറത്ത് എന്ന് പറഞ്ഞാൽ ഹിയ തംലീക്കു മംഫഅത്തിൻ, ഒരു വസ്തുവിൻ്റെ ഉപകാരത്തിന് ഉടമപ്പെടുത്തി കൊടുക്കലാണ്. ബിഇവളിൻ, പകരമാക്കൽ കൊണ്ട്, ബിഷുറൂത്തി മഖ്സൂസത്തിൻ, പ്രത്യേകമായ ഷർത്തുകളോടുകൂടെ പകരമാക്കൽ കൊണ്ട് ഉപകാരത്തെ ഉടമപ്പെടുത്തി കൊടുക്കുന്നതിനാണ് ഇജാറത്ത് എന്ന് പറയുന്നത്. ആറാമത്തത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തങ്ങൾ, വഅംവാലക്കും, സമ്പത്തുകൾ, വഅറാദക്കും, നിങ്ങളുടെ പ്രശസ്തി, തറവാട് മഹിമ, ഹറാമുൻ അലൈക്കും, അത് മറ്റുള്ളവരുടേത് കളങ്കപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്.
രക്തച്ചൊരിച്ചിൽ നടത്താൻ പാടില്ല, സമ്പത്ത് അപഹരിക്കാൻ പാടില്ല, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ ഹറാമുന്നലേക്കും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടതാണ്. മൂന്നാമത്തത് നെക്തുബു ഇസ്നൈനി, 2 വീതം എഴുതാനാണ്. അതിലൊന്നാമത്തത് അർക്കാനുൽ ആരിയത്തി, വായ്പയുടെ റുക്നുകളാണ്. ഒന്ന് മുഗീർ, മുസ്തഗീർ, വായ്പ വാങ്ങുന്നവൻ, വായ്പ കൊടുക്കുന്നവൻ, വായ്പ വസ്തു, സിഅ പദം എന്നിങ്ങനെ അതിൻ്റെ റുക്നുകൾ വരും. അതിൽ നിന്ന് 2 എഴുതിയാൽ മതി. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ വായിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വെച്ചാൽ തന്നെ 15 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കും. ഇതിൽ നിന്ന് ഏതാനും ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പാണ്, ശ്രദ്ധിക്കുക. 2 അർക്കാനുൽ ഇജാറത്തി, വാടകക്ക് നൽകുന്നതിൻ്റെ ഇജാറത്തിൻ്റെ റുക്നുകൾ. മുക്കിരിൻ മുക്തരിൻ, വാടകക്ക് കൊടുക്കുന്നവൻ വാങ്ങുന്നവൻ. ഈജാബ് കബൂല്, ഉജറത്തും മംഫഅ, ഉപകാരപ്രദമായ കൂലി. ഇതെല്ലാം ഇജാറത്തിൻ്റെ റുക്നുകളാണ്, വാടക കൊടുക്കുന്നതിൻ്റെ റുക്നുകളാണ്. ഇനി മൂന്നാമത്തത് അർക്കാനുൽ കിറാലി, കടത്തിൻ്റെ റുക്നുകൾ. മാലിക്, അൽ ആമില്, അൽ മാലു, അൽ അമല്. മാലിക്കുണ്ടാവും, കടം കൊടുക്കുന്ന വ്യക്തി, അത് വാങ്ങുന്ന വ്യക്തി, മുതൽ, അതുപോലെ തന്നെ റിബുഹുൽ ഈജാബു കബൂല്, ഈജാബും കബൂലും റിബുഹും. ഇതൊക്കെ എന്താണ്? കടം കൊടുക്കുന്നതിൻ്റെ റുക്നുകളാണ്. നിങ്ങൾ ഇഷ്ടമുള്ളത് പഠിക്കുക, എളുപ്പമുള്ളത് എഴുതി കൊടുക്കുക. ഇനി അർക്കാനുൽ വക്കാലത്തി, വക്കാലത്തിൻ്റെ റുക്നുകൾ. അതും എളുപ്പമാണ്. മുവക്കിൽ, വക്കീൽ, വക്കാലത്ത് കൊടുക്കുന്നവൻ, വക്കാലത്ത് ഏറ്റെടുക്കുന്നവൻ. പിന്നെ മുവക്കിൽ ഫീഹി, ഏത് വിഷയത്തിലാണോ വക്കാലത്ത് ചെയ്യുന്നത് അത്. പിന്നെ ഈജാബ്, ഇത് വക്കാലയുടെ റുക്നുകളാണ്. ഒക്കെ എളുപ്പമുള്ളതാണ്, നമ്മളെല്ലാം പഠിച്ചു വെച്ചതാണല്ലോ. ഇനി നാലാമത്തത് നുബയ്യനു, വ്യക്തമാക്കാനാണ്. അൽ ലുക്തത്തു, എന്താണ് ലുക്തത്ത്? മാ വുജിദ മിൻ മാലിൻ ലായിൻ മുഹ്തറം, മുഹ്തറമായ പാഴാക്കപ്പെട്ട വസ്തുവിൽ നിന്ന് എത്തിക്കപ്പെട്ട ഒന്നാണ്, അഥവാ വീണ് കിട്ടിയത് എന്നർത്ഥം. അൽ ഹിബത്തു, ഹിബത്ത് എന്നാൽ എന്താണ്? ഹിയ തംലീക്കു ഷൈഇൻ ബിലാ ഇവളിൻ, പകരമാക്കൽ കൂടാതെ ഒരു വസ്തുവിനെ ഉടമപ്പെടുത്തി കൊടുക്കുക. സമ്മാനം കൊടുക്കുക എന്ന് പറയില്ലേ, പകരം സ്വീകരിക്കാതെ ഒരു വസ്തുവിനെ ഉടമപ്പെടുത്തി കൊടുക്കുന്നതിനാണ്. മൂന്നാമത്തത് അൽ ബൈഉ, കച്ചവടം എന്നാൽ എന്താണ്? മുക്കാബലത്തു മാലിൻ ബിമാലിൻ, മുതലിനിക്ക് പകരമായി മുതലിനെ കൈമാറ്റം നടത്തുക. അലാ വജീം മഖ്സൂസിൻ, പ്രത്യേകമായ രൂപത്തിൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിന് പകരമാക്കലാണ് ബൈഉ എന്ന് പറഞ്ഞാൽ. നാലാമത്തത് റിബവിയു, റിബവി ഏതൊക്കെയാണ്? നെക്കുത്, നാണയം, മത്തുഴൂമ്, ഭക്ഷണ പദാർത്ഥങ്ങൾ. ഫക്കത്ത്, ഇതു മാത്രം, നെക്കുതും മത്തുഴമും. അഞ്ചാമത്തത് അൽ കർലു, കടം എന്നാൽ എന്താണ്? തംലീക്കു ഷൈഇൻ, ഒരു വസ്തുവിനെ ഉടമപ്പെടുത്തി കൊടുക്കുക. അല അൻ യുറദ്ദ മിസ്ലഹു, അതുപോലത്തതിനെ തന്നെ തിരിച്ചു കൊടുക്കണം എന്ന നിലക്ക് ഒരു വസ്തുവിനെ ഉടമപ്പെടുത്തി കൊടുക്കുന്നതിനാണ് കർല്, കടം കൊടുക്കുക എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 5ഉം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 15 മാർക്ക് ഇതിലൂടെയും നേടാൻ കഴിയും. കാരണം ഇതെല്ലാം ഫിഖ്ഹിൻ്റെ 9ാം ക്ലാസ്സിലെ വാർഷിക തലത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, നോട്ട് ചെയ്യുക. ഇനി അഞ്ചാമത്തത് നുജീബു, ഉത്തരം എഴുതാനാണ്. അൽ മിസ്ലിയു മാഹുവ, മിസ്ലി എന്താണ്? വൽ മിസ്ലിയു മാ ഹസറു കൈലുൻ ഔ വസ്നുൻ, തൂക്കത്തിനാലോ അളത്തത്തിനാലോ ക്ലിപ്തപ്പെടുത്തുന്ന കണക്കാക്കപ്പെട്ട ഒന്നാണ് മിസ്ലി എന്ന് പറയുന്നത്. തൂക്കത്തിനാലോ അളത്തത്തിനാലോ ക്ലിപ്തമാക്കുന്നത്, കണക്കാക്കുന്നത്. 2 തെൽസമുൽ ഹിബത്തു ബിമ, എന്തുകൊണ്ട് ഹിബത്ത് നിർബന്ധമാകും? തെൽസമുൽ ഹിബത്തു, ഹിബത്ത് നിർബന്ധമാകും. ബി കബുലിൻ, കബുല് കൊണ്ട് ഹിബത്ത് നിർബന്ധമാകും. ആ ഹിബത്തിനെ കബുല് ചെയ്യൽ നിർബന്ധമാകും. മൂന്നാമത്തത് യഹ്റുമുൽ ഇക്റാലു മത, കടം വാങ്ങൽ ഹറാമാകും. ഇക്റാല്, കടം കൊടുക്കൽ വാങ്ങൽ ഹറാമാകും. എപ്പോൾ? യഹ്റുമുൽ ഇക്റാലു, കടം ഹറാമാകും. ഇന്ദൽ എൽമി അന്നൽ ആഹിദ, ഈ പിടിക്കുന്ന കടം വാങ്ങുന്നയാൾ യുംഫിഖുഹു ഫീ മഅസിയത്തിൻ, അത് പാപത്തിൽ, നേരായ വഴിയിലല്ലാത്തതിൽ ആ സമ്പത്തിനെ ചിലവഴിക്കും എന്ന അറിവ് ഇയാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ കടം കൊടുക്കൽ ഹറാമാകും. നാലാമത്തത് മാദാ യദ്ഖുലു ഫീ ബൈഇ ഷജറിൻ, ഒരു മരത്തിനെ വിൽപ്പന നടത്തുന്നതിൽ എന്തൊക്കെ പ്രവേശിക്കും? യദ്ഖുലു ഫീ ബൈഇ ഷജറിൻ, മരത്തിനെ വിൽക്കുന്നതിൽ പ്രവേശിക്കും. ഗിറുക്കുൻ, അതിൻ്റെ കൊമ്പ്, വഉസ്നുൻ വ റത്തുബുൻ, അതിലുള്ള റത്തുബായ പച്ചയായിട്ടുള്ള അതും അതിൻ്റെ വേരും അതിൻ്റെ കൊമ്പും ഒക്കെ ആ മരത്തിൽ വിൽപ്പന നടത്തുന്നതിനോടുകൂടെ തന്നെ
വാങ്ങപ്പെടുന്ന വ്യക്തിക്ക് അത് കൊടുക്കൽ നിർബന്ധമാകും. ഇതോടെ ഒരു പേപ്പർ മുഴുവനായി വായിച്ച് അർത്ഥം വെച്ച് കഴിഞ്ഞു. മറ്റൊരു പേപ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നു. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ വായിച്ച് വീഡിയോ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പല ചോദ്യങ്ങളും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതിനെ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ട് കൃത്യമായി പഠിക്കുക. പറ്റുമെങ്കിൽ അറബിയിൽ തന്നെ പഠിക്കുക. അതാവുമ്പോൾ മുഴുവൻ മാർക്കും നമുക്ക് കരഗതമാക്കാൻ കഴിയും. പരീക്ഷയ്ക്ക് മുഴുവൻ ഭാഗങ്ങളിലും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും അവസാനത്തെ 4 പാഠങ്ങൾ കൂടുതലായി പ്രാധാന്യം കൊടുത്ത് അതിൽ വരുന്ന വിഷയങ്ങൾ, റുക്നുകൾ, ഫർളുകൾ, ഷർത്തുകൾ, എല്ലാ നിബന്ധനകളും നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക.